തൊഴിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയ സൗകര്യം ചെയ്തു കൊടുക്കാൻ ഇവർക്ക് സാധിക്കണം. ഞാൻ മിനിസ്റ്റർക്ക് പറഞ്ഞു, 2 വർഷമായി കന്നുകുട്ടി പരിപാലനത്തിനുള്ള കാലിത്തീറ്റ നിങ്ങൾ വിതരണം ചെയ്തിട്ട്. മിനിസ്റ്റർക്ക് ദേഷ്യം വന്നു. മിനിസ്റ്റർ നിങ്ങൾ പറയുന്നത് ഒന്നും ശരിയല്ല, ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ 35 ലിറ്റർ കിട്ടുന്ന പാല് കിട്ടുന്ന പശുവുണ്ട് നാട്ടിൽ. ഞാൻ പറഞ്ഞു ഉണ്ടാവും മിനിസ്റ്ററെ, പക്ഷേ ആവറേജ് എത്രയാണ്? എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ മിനിസ്റ്റർ വായിൽ നിന്ന് തന്നെ മിനിസ്റ്റർ പറഞ്ഞു 8.6 ലിറ്ററാണ് കേരളത്തിന്റെ ശരാശരി പാലുൽപാദനമെന്ന്. ആ ഒറ്റ വാക്കിൽ പിടിച്ച് ഞാൻ മിനിസ്റ്ററോട് ഞാൻ പറഞ്ഞു, തർക്കിക്കാൻ വയ്യാതെ അവസാനം മിനിസ്റ്റർ പൊട്ടിത്തെറിച്ച് എന്നോട് പിണങ്ങിയാണ് പോയത്. അപ്പൊ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അത് കർഷക സമൂഹത്തിന്റെ കാര്യം വളർത്തുന്ന കർഷക സമൂഹത്തോട് പറയാനും ഈ മേഖലയിൽ തിരുത്തലുകൾ വരുത്തണമെന്ന് പറഞ്ഞ് അത് ചെയ്യിപ്പിക്കുന്ന ചാലക ശക്തിയായി മാറാൻ നമുക്ക് സാധിച്ചാൽ, ആ പ്രസ്ഥാനത്തെ വളർത്താൻ നമുക്ക് സാധിച്ചാൽ, കർഷക കോൺഗ്രസ് പ്രസ്ഥാനം നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ 10 ഇരട്ടി തലപ്പത്തെത്തുന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല, നിങ്ങൾക്ക് തർക്കമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാർഷിക മേഖലയിൽ ഇടപെടലുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അടിത്തട്ട് തൊട്ട് അടിസ്ഥാന പ്രശ്നങ്ങൾ തൊട്ട് ഇടപെടാനുള്ള ശേഷിയുള്ളവരായി നമ്മൾ മാറണം. കർഷക കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്ന് പറയുന്നവർ, കർഷക കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറയുന്നവർ